the jungle is star. I'm getting wicked and mad. It's wicked inspiration, my boy Selectra. Hey. Wicked inspiration vibe. And the jungle is star. I'm getting wicked and mad. It's wicked inspiration, my boy Selectra. എന്റെ മോൻ അത് വിളിച്ചു. ഓ വൈറൽ സ്റ്റാർ. വെരി വൈബ്. മമ്മി മമ്മി എന്താടാ ഇങ്ങ് വന്നേ. മമ്മിയോ എന്താടാ മമ്മി രാവിലെ തന്നെ ഈ കുളിച്ചൊരുങ്ങി ഇങ്ങോട്ട്. അയ്യോ ഞാൻ ക്ലബിലോട്ട് പോന്ന്. ഇന്നലെ ക്ലബിലെ ഫാൻസി ഡ്രസ് മത്സരത്തിനെ ഞാൻ രക്തയക്ഷിയായിട്ട് വേഷം കെട്ടിയപ്പോ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയടാ. അത് വാങ്ങാൻ പോവാ. വേഷം കെട്ടിയില്ലായിരുന്നെങ്കിലും ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന്. കൂടുതൽ വേഷം കെട്ടെടുക്കല്ലേ, എന്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടും. അത് ഡാഡിക്ക് അവകാശപ്പെട്ടല്ലേ മമ്മി? രാഹുൽ എന്താ മമ്മി മമ്മിക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എന്റെ വല്ല ഉത്തരവാദിത്വം മമ്മി കിട്ടോ? ഞാനിന്ന് കോളേജിൽ പോകുന്ന ദിവസമല്ലേ? അമ്മയുടെ പോട്ടെ, ഡാഡിക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? പുള്ളി അവിടെ പോയി കിടക്കാ. നിന്റെ അച്ഛൻ നടക്കാൻ പോയത് നിന്റെ മുമ്പേ കൂടെ അല്ലേ? നീ കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അയ്യോ ഈ ഡാഡിയുടെ ഞാനെത്തി. ചേട്ടാ നിങ്ങൾ ഇപ്പോഴല്ലേ നടക്കാൻ അങ്ങോട്ട് പോയത്? അതിനു മുമ്പേ തിരിച്ചു വന്ന എടി ഇന്നത്തെ നടത്തല് ബഹു കേമായിരുന്നു. ഞാൻ നമ്മുടെ മുനിസിപ്പൽ ജംഗ്ഷൻ വരെയല്ല നടക്കുന്നത്. ഞാനങ്ങ് റോഡിലോട്ട് ഇറങ്ങിയതും നമ്മുടെ സതീശൻ ബൈക്കിൽ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, ചേട്ടാ മുനിസിപ്പൽ ജംഗ്ഷനിലേക്കാണ് ബൈക്കിൽ കയറിക്കോളാൻ. ഞാൻ നേരെ ബൈക്കിന്റെ പിന്നിൽ കയറി മുനിസിപ്പൽ ജംഗ്ഷനിൽ ഇറങ്ങിയതും വെട്ടുകിളി പ്രകാശിൽ ഓട്ടോ ആയിട്ട്, ചേട്ടാ ചേട്ടന്റെ വീടിന്റെ അതിലെയാണ് വേണമെങ്കിൽ കയറിക്കോളാൻ. നേരെ അന്ന് കയറിക്കിട്ട് പോകുന്നത് 5 മിനിറ്റ് കൊണ്ട് എന്നെ നടത്താൻ കഴിഞ്ഞു. ഇങ്ങനെ ഡെയിലി കിട്ടിയാൽ ബഹു കേമായിരുന്നു. ഞാനങ്ങ് രക്ഷപ്പെട്ടു പോയാനായിരുന്നു. ഇങ്ങനെ പോയാ നിങ്ങൾ മേപ്പോട്ട് അങ്ങ് രക്ഷപ്പെട്ടു പോവും ഉടനെ തന്നെ. ഇവനെ കാണുമ്പോ എന്താടാ എന്താ എന്താ പ്രശ്നം? നിനക്ക് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കാതെ ചുമ്മാ ഒന്ന് എക്സസൈസ് ചെയ്തുകൂടാ? ഡാഡിക്ക് എന്നെ കാണുമ്പോ എപ്പോഴും ഇത് തന്നെ പറയുള്ളൂ. എക്സസൈസ് അത് ഇത് ഡാഡി വേറെ ഒന്നും പറയല്ല എന്റെ മുഖത്ത് നോക്കി. എടി ഞാൻ ചുമ്മാ പറഞ്ഞല്ല. ഇന്നലെ ഞാനും ഇവനും കൂടി നടന്നു പോകുമ്പോ ഒരാളെ എന്നോട് ചോദിക്കാണ്, എന്റെ അച്ഛനാണോ ഇത്? അവന്റെ ഊത്ത വയറും ഊത്ത കവിളും തലയിലാണെങ്കിൽ ഒട്ടും മുടിയുമില്ല. ഇവന്റെ മുഖത്ത് നോക്കി എങ്ങനെ സ്നേഹത്തോടെ മോനെ എന്ന് വിളിക്കാൻ തോന്നുന്നു? നീ പറ, നിനക്ക് തോന്നണ്ടാ? ഈ മുഖത്തോട്ട് എനിക്ക് ഡാഡിന്ന് വിളിക്കുന്നു. സൈലന്റ് മമ്മി സൈലന്റ്, ഡോണ്ട് ടോക്ക്. എടാ ഡെയിലി നീ വ്യായാമം ചെയ്യും. ഡെയിലി വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ വരാ കൃമി ഈ വക സാധനങ്ങളൊക്കെ നശിക്കും. അല്ല എനിക്ക് വരേണ്ടെന്ന് ആരെ കണ്ടുപിടിച്ചേ? ഞാൻ അങ്ങനെ രാവിലെ നീ പാട്ട് വെച്ച് കുത്തി പറയണ കണ്ടാൽ അറിഞ്ഞൂടെ നിനക്ക് വരേണ്ട അസുഖം ഉണ്ടെന്ന്? അപ്പൊ കൃമി ഉണ്ടെന്ന് കണ്ടുപിടിച്ചാലേ ഡാഡി? നിന്റെ സൈക്കിൾ ചവിട്ട്. സൈക്കിൾ ചവിട്ടെന്ന് പറഞ്ഞ വ്യായാമല്ല ഡാഡി, അത് കൃമി തമ്മിൽ എന്താ ബന്ധം? സാധാരണക്കാർക്ക് അതൊരു വ്യായാമമാണ് സൈക്കിൾ ചവിട്ട്. പക്ഷെ ഇവൻ ചവിട്ടുന്ന സൈക്കിൾ ഏതാണെന്ന് അറിയാമോ? നോക്ക്, സീറ്റില്ലാത്ത സൈക്കിള്. ഈ സൈക്കിൾ ചവിട്ടിയാൽ ഇവര് കൃമി ഉണ്ടായിട്ടല്ലേ ഈ സൈക്കിൾ ചവിട്ടുന്നത്? വെക്കല്ലേ മമ്മി, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കണ്ടോ, ഇവനിങ്ങനെ കൃമി കൂടി ഇവനൊരു ക്രിമിനലായി മാറില്ലെന്ന് ആര് കണ്ടു? എന്തോ മോനെ ഇത്? പക്ഷേ ആരാത്? പക്ഷേ അയ്യോ, ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഇല്ല. എന്നെ സൂക്ഷിച്ചു നോക്കിയേ. കണ്ടുപിടിക്കുന്നില്ല. പെണ്ണോ? പിടിക്കും. എന്റെ ഭാര്യ ഇവളെ പുറത്തിറങ്ങിയപ്പോ പിടിക്കും. അതാ സംശയം. സംശയം എന്തിന് ഈ പ്രായത്തില് പുള്ളിന് സംശയിക്കണം? ആ സംശയമല്ല, എനിക്കിതിരി ഷുഗർ ഉണ്ട്. അപ്പൊ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഗഡു ജിലേബി ഒക്കെ കഴിക്കുമെന്നുള്ളൊരു സംശയം. ഗഡുവോ? അല്ല, അത് ഷുഗർ താഴ്ന്നോണ്ട് നാക്ക് കുഴഞ്ഞതാ. ലഡു ജിലേബി എന്നാണ് ഉദ്ദേശിച്ചത്. അല്ല മാഷ്ക്ക് എന്നെ മനസ്സിലായില്ല. ഇല്ലാതെ ചേട്ടൻ മാഷ് ഇങ്ങോട്ട് വന്നേ. ഞാൻ പൂയംകുട്ടി സ്കൂളിലെ ശങ്കൂട്ടി. അപ്പൊ മീനൂട്ടി എന്റെ പെങ്ങളൂട്ടി. ഇപ്പൊ ഊട്ടി. അവിടെ ടീ. എനിക്ക് മനസ്സിലാവണല്ലോ എന്ത് ടീ? ഊട്ടിയില് ടീ കച്ചവടാണെന്ന്. അങ്ങനെ. പിന്നെ അതിന്റെ കൂടെ ഈ സെറ്റർ ഉണ്ടല്ലോ, ആ സെറ്ററിന്റെ കച്ചവടം കൂടി ഉണ്ട്. വീട്ടിലൊക്കെ കയറി സെറ്റർ. ഈ സെറ്ററിന്റെ ബിസിനസ് എങ്ങനെയാണ്? ട്വിറ്റർ വഴി. ട്വിറ്റർ വഴി സെറ്റർ. അതെ, സെറ്റർ വഴി ട്വിറ്റർ. സായമ്പള്ളൂർ ചേട്ടത്തിൽ ബന്ധമുണ്ടോ? അങ്ങനെ അല്ല, പ്രാസോപിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചു. ഇപ്പോഴും വിട്ടിട്ടില്ലല്ലേ മാഷക്ക്? ഒരു അടി വെച്ച്. പക്ഷെ ഞാനേ അങ്ങനെ ഞാൻ വീടാന്തരം കയറി ഇറങ്ങി വന്നോണ്ടിരിക്കലാണ് മാഷ വിടിയാന്ന് അറിഞ്ഞത്. അല്ല ഇതാരാ? എന്റെ മോനാ. അങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ കരുതി നിങ്ങൾ അച്ഛനാണെന്ന്. അല്ലെ നിങ്ങളുടെ സെറ്ററിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞേ? അതായത് എന്റെ സെറ്ററിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മളെ ഈ മനുഷ്യ ശരീരം പെട്ടെന്ന് ചൂടാക്കും. തണുപ്പത്തൊക്കെ നല്ലതല്ലേ? അതെ, എനിക്കൊരു സെറ്റർ വേണം. എനിക്ക് 6 പോകുമിടാനാണ്. അതൊരു സിനിമയുടെ പേരല്ലേ? അല്ലാന്ന് 3 ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞമ്മ. അവിടെ തണുപ്പല്ലേ, അപ്പൊ ഇടാലോ എനിക്ക്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം എന്തൊക്കെ കോഡ് ഭാഷയല്ലേ? യൂത്ത് 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 എന്ന് തന്നെയല്ലേ അമ്മ പറഞ്ഞത്? യൂത്ത് നോക്കിയേ,
സൂപ്പറാണ്, സൂപ്പർ സാധനമാണ്. കൊള്ളാലോ, നല്ല ഇത് എന്റെ പൈസ എത്രയാ? ഇതിന് സാധാരണ 5000 രൂപയാണ് റേറ്റ്. പക്ഷെ മാഷ ഫാമിലി ആയിട്ട് എനിക്കൊരു 3500 രൂപ തന്നാ മതി. എന്താ? ശരീരം പെട്ടെന്ന് നല്ല അടിപൊളി സാധന. ഇതിന് 3500 രൂപ? ഇതിന് 3500 രൂപ? അതിന്റെ കടയിൽ പോലും പൈസ ഇല്ല. കടയിൽ പോലും പൈസ ഇല്ല. നീ എന്താ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയത്? നീ അത് ഈ കുടുംബത്തിൽ നീ അങ്ങനെ സംസാരിക്കരുത്. നീ ഡോണ്ട് ടോക്ക് മമ്മി, ഡോണ്ട് ടോക്ക്. നീ എന്ത് കരുതാ നീ ഇവിടെ വന്നിട്ട്? സൈലന്റ് പപ്പാ, സൈലന്റ്. നീ എന്ത് കരുതി ഇവിടെ വന്നിട്ട്? നീ കൊല്ലാമലൊക്കെ വെക്കാന്നോ? രാഹുൽ, ഡോണ്ട് ടോക്ക് സൈലന്റ്, ഡോണ്ട് ടോക്ക് സൈലന്റ്. അതെ, ഒന്നും മിണ്ടാണ്ടിരിക്കോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ സെറ്ററിന്റെ വില കേട്ടപ്പോ തന്നെ ശരീരം ചൂടായി. അപ്പൊ ഈ സെറ്റർ മേടിച്ച് എന്ത് ചൂടാന്ന് മനസ്സിലായില്ലേ? അത് ശരിയാ, കിട്ടില്ല സാധനല്ലേ? എടാ നിനക്കിന്ന് പുതുതായി കോളേജ് കൊടുക്കല്ലേ, പോകുന്നില്ലേ നീ? അതെ പോണമെന്നുണ്ട്. പക്ഷെ എന്റെ പേനെ, നിന്റെ പേന അവിടെ മേശപ്പുറത്തിരിപ്പുണ്ട്. അല്ല പേന കത്തി അതില്ല, കിട്ടിയില്ല. കത്തിയോ? ആ കോളേജ് ഇപ്പൊ ട്രെൻഡല്ലേ പേന കത്തി കൊണ്ട് പോകണം. കേട്ടല്ലേ? പേന കത്തി കൊണ്ട് കുത്തി ഹരീഷ്, അതുപോലെ തന്നെ കട്ടച്ചോറ് കൊണ്ട് ജ്യൂസ് അടിക്കും, സോഡ സർവത്ത്. മമ്മി ഒരു സോഡ സർവത്ത് എനിക്ക് വേണം. പോയി അകത്ത് തുണി മാറിയിട്ട് കോളേജിൽ പോകാൻ നോക്കാം. അവന്റെ സോഡ സർബത്ത്. മമ്മി ശ്രദ്ധിക്കണം, മുത്തം മുഴുവനെ പോകാൻ പറ്റില്ല. തുണിയിട്ടിട്ടേ ഞാൻ പോളൂ. മമ്മി പോട്ടെ. ചേട്ടാ എനിക്ക് ക്ലബിൽ പോവാൻ സമയമായി. വൈകുന്നേരം നമുക്ക് ബാറിൽ കാണാം. അല്ല മാഷ പെണ്ണുമ്പോൾ ഇത് അങ്ങനെ പറഞ്ഞ വൈകുന്നേരം ബാർ കാണുന്നു. അവളുടെ കാര്യമൊന്നും പറയണ്ട. വൈകുന്നേരം ടൗണിലെ എല്ലാ ബാറും കയറി ഇറങ്ങും. അയ്യോ, അത്രക്ക് വെള്ളടിയാണോ പെണ്ണുമ്പിള്ള? അവള് വെള്ളമടിക്കൂല, എന്നെ തിരക്കി ബാറിൽ വരുന്നതാ. ഞാൻ ഏത് ബാറിൽ നിന്ന് അടിച്ചാ കൗട്ടയായിട്ട് അവിടെ കിടക്കണെന്ന് പറയാൻ പറ്റില്ല. എന്നെ വീട്ടിൽ കൊണ്ടുപോകണം ചുമതല ഒതുക്കാണല്ലോ. ഓ അത് ശരി. അങ്ങനെ ഞാൻ വെറുതെ സാറിന്റെ ഭാര്യ തെറ്റിദ്ധരിച്ചു മാഷേ. അതെ അതെ. അല്ല എന്നാലും എന്നെ തിരക്കി നീ ഊട്ടിന്ന് ഇവിടം വരെ വരേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് പിടികിട്ടുള്ളത്. മാഷ്ക്ക് മനസ്സിലായില്ലേ? ഇല്ല. മാഷെ 4ാം ക്ലാസ്സിൽ വെച്ച് മാഷ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും അത് എനിക്ക് പിടികിട്ടുള്ള. മാഷ്ക്കൊരു വിലാസിന് ടീച്ചർ പരിചയമുണ്ടോ? വിലാസിന് ടീച്ചർ മറക്കാൻ പറ്റുമോ? എടാ പരിചയമുണ്ട് എനിക്ക്. അതല്ലേ? ഈ വിലാസിന് ടീച്ചർ പിറകെ മാഷ് നടക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചോണ്ട് ആ ക്ലാസ് റൂമിലെ പിള്ളേർ മുമ്പിൽ വെച്ച് മാഷന്റെ മുഖത്തടിച്ച് ഓർമ്മയുണ്ടോ മാഷെ? ആ കുരിപ്പാണല്ലേ നീ? നിന്നെ അന്വേഷിച്ച് നടക്കരുത് ഞാൻ. എടാ എങ്ങനെ എനിക്ക് ദേഷ്യം വരാതിരിക്കും? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ച് സെറ്റായി കൊണ്ടുവന്നാണ്. അപ്പോഴേക്കുമല്ല നീ ആ കാര്യം ഫ്ലാഷ് ആക്കിയത്. പക്ഷെ എന്റെ ഉള്ളിന്ന് പോണില്ല മാഷെ, അത് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. അതാണ്. എടാ അതൊക്കെ അന്നത്തെ പ്രായത്തില് ചെയ്ത നീ ഒരു വികൃതി കാണിച്ച് ഞാൻ അതിനെ സഹായിച്ച്, അത്രേ ഉള്ളൂ. അതങ്ങോട്ട് വിട്ട് കളഞ്ഞേക്ക. പക്ഷെ എന്നാലും എപ്പോഴും അന്ന് തൊട്ട് എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തികട്ടി വന്നോണ്ടിരിക്കുകയാണ് മാഷെ. അങ്ങനെ വന്നോണ്ടിരിക്കല ഞാൻ പേപ്പറിലൊരു ന്യൂസ് കണ്ടു. നമ്മളെ കേരളത്തിലല്ല, പുറത്ത്. അവിടെ 4ാം ക്ലാസ്സിൽ വെച്ച് ഒരു മാഷ ഒരു കുട്ടീനെ തല്ലി. ആ കുട്ടി വളർന്ന് വലുതായിട്ട് മാഷ തിരിച്ചു തല്ലി പ്രതികാരം ചെയ്തെന്ന്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കണത്? അതെ അതെ അതെ. എന്തിന്? മാഷ തിരിച്ചു തല്ലിയിട്ട് എനിക്ക് പ്രതികാരം ചെയ്താലേ സമാധാനമുള്ളൂ. ഇതിനൊരു സമാധാനം കിട്ടൂല. അല്ല അങ്ങനെ പറയരുത്. ഞാൻ നിന്നെ പഠിപ്പിച്ച മാഷാണ്. അതെനിക്കറിയാം മാഷെ. വിദ്യ പകർന്നു തന്നവൻ ഗുരുനാഥനാണ്. എന്നാലും ഗുരുനാഥനെ ഒരടി തരാണ്ട് എനിക്ക് സമാധാനാവൂല മാഷെ. മാഷെ എന്നെ അനുഗ്രഹിക്കണം. ഇപ്പഴേ എനിക്ക് സമാധാനായത്. നന്നായി വരും. ആയിക്കോട്ടെ, സന്തോഷം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരുത്ത കാരണത്തിട്ടടിച്ചിട്ട് അനുഗ്രഹം മേടിക്കുന്നത്. അതെ മാഷെ. എന്നാലും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കൊച്ചു സംഭവത്തിന്റെ പ്രതികാരമായിട്ട് നീ ഊട്ടിന്ന് ഇവിടം വരെ വരേണ്ട കാര്യം എന്നാണ് എനിക്ക് ഇപ്പോഴും പിടികിട്ടണല്ലോടാ. മാഷ്ക്ക് മനസ്സിലായില്ല? ഇല്ല. ഈ വിലാസിന് ടീച്ചർ ശരിക്കും ആരാന്ന് മാഷ്ക്ക് അറിയോ? ഇല്ല. എന്റെ അമ്മ. അന്ന് തൊട്ട് ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, ചെയ്യാൻ പറ്റൂല്ലോ. ഞാനിങ്ങനെ ഓങ്ങി ഓങ്ങി നിൽക്കായിരുന്നു മാഷെ. ഇപ്പോഴെനിക്ക് അവസരം കിട്ടിയത് മനസ്സിലായില്ലേ? അത് മാഷ്ക്ക് അറിയില്ലായിരുന്നു അന്ന് എന്റെ അമ്മയാണെന്ന്. കേട്ടാ? അപ്പൊ പോട്ടാ. അയ്യോ ഇവിടെ വാടാ. വിലാസിനെ ടീച്ചർ ഞാൻ തിരക്കിയതായിട്ടൊന്ന് പറയണേ. കൊല്ലരുത്. Nobody